നമുക്കല്ല ബി.ജെ.പിയെ എതിർക്കുക എന്നതാണ് തത്വത്തിൽ പറയുന്നതെങ്കിലും ആർക്കും അനുമാനിക്കാവുന്ന കാര്യമാണ്. ഏത് രാഷ്ട്രീയ വിലയിരുത്തലിൽ വന്നാലും രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ടാക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ ബി.ജെ.പിക്ക് അത് ഗുണകരമായി പോലും ഭവിക്കാം. സീറ്റിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം, എല്ലാ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വരവ് എന്ന് പറയുമ്പോൾ 1999-ൽ സോണിയാഗാന്ധി ബെല്ലാരിയിൽ മത്സരിച്ചതിന് ശേഷം അവിടെ ശക്തരായത് ആരാണ്? ബി.ജെ.പി. അതുവരെ കർണാടകത്തിൽ ശക്തിയില്ലാത്ത ബി.ജെ.പിക്ക് പിന്നെ ശക്തി കിട്ടുവാൻ സുഷമാ സ്വരാജിൻ്റെ ആ വരവ് സഹായിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് വരാം. അവസാനം സന്ദീപ് വാര്യർ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ഈറ്റ് ഫ്രഞ്ച് കമ്പനിയായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഡസോൾട്ട് ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ റഫേൽ യുദ്ധവിമാന ഇടപാടിൽ നിങ്ങൾ എത്ര കോടി വിഴുങ്ങി എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് വേണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ. നിങ്ങൾ 5 വർഷം അധികാരത്തിലുണ്ടായിരുന്നവരല്ലേ? നിങ്ങൾ കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപം നിങ്ങൾക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ച് പക്ഷേ ഈ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സംശയങ്ങൾ, നിങ്ങൾ കോടതിയിൽ ഉൾപ്പെടെ തെളിവുകൾ കൊടുക്കാതിരിക്കുന്നു, കോടതിയിൽ കള്ള അഫിഡവിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇനി ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ബി.ജെ.പിയെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോഴും നിങ്ങൾ വാരണാസിയിലും വഡോദരയിലും മത്സരിച്ചപ്പോൾ ഉള്ള അതേ സാഹചര്യമാണ്. പിന്നെ നിങ്ങൾ സ്വയം ഡിക്ലെയർ ചെയ്താൽ പോരല്ലോ അമേഠിയിൽ ഞങ്ങൾ പരാജയപ്പെടുമെന്ന്. അവിടുത്തെ വോട്ടർമാർ വിലയിരുത്തരുന്നേ. അവിടുത്തെ വോട്ടർമാർ വിലയിരുത്തി മെയ് 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എത്ര ലക്ഷം വോട്ടിനാണ് വിജയിക്കുന്നതെന്ന് അന്ന് ബോധ്യമാകും. മറിച്ച് നിങ്ങളുടെ സ്ഥാനാർത്ഥി ബഹുകേമിയാണ്, ആണെങ്കിൽ അവരെ എന്താണ് നിങ്ങൾ HRD മിനിസ്ട്രി ആയിരുന്നല്ലോ ആദ്യം കൊടുത്തിരുന്നത്. അവിടെ നിന്ന് നിങ്ങൾ മാറ്റി താരതമ്യേന തുലവും അപ്രസക്തമായ വകുപ്പിലേക്ക് മാറ്റിയത് എന്തുകൊണ്ടാണ്? അവരുടെ മിടുക്ക് കൂടുതലുണ്ടാണോ? അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാര്യങ്ങളായി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 2 സീറ്റിൽ മത്സരിക്കുന്നു. ഇത് ഒളിച്ചും പാത്തും പതുങ്ങിയും എന്നല്ല, ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി തീരുമാനിച്ചിട്ടാണ് ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റിൽ കൂടി മത്സരിക്കുവാൻ തീരുമാനിച്ചത്. അത്തരത്തിൽ ഞങ്ങൾ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നു. ആ സീറ്റിനെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, നിരവധി PCCകൾ പല സീറ്റുകളും വെച്ച് നീട്ടി. അതിൽ ഏത് സീറ്റിൽ ബി.ജെ.പിയെ എതിർക്കുക എന്നതാണ് തത്വത്തിൽ പറയുന്നത്. തത്വത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മത്സരിക്കാൻ വരുന്നത്. പക്ഷേ ഇവിടെ ദോഷകരമായി മാറുന്നത് ഇടതുപക്ഷത്തിനാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ബി.ജെ.പിക്ക് എന്ത് ദോഷമാണ് വരാൻ പോകുന്നത്? കർണാടകത്തിലെ ഉദാഹരണവും ഇവിടെ ഞങ്ങളെ വിടൂ. പിന്നെ മഞ്ജുഷേ, ഞാൻ പറയുന്നത് KT കുഞ്ഞിക്കണ്ണനോടൊക്കെ പറയുന്നത് അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അവരുടെ പാർട്ടി കോൺഗ്രസ് കൂടി പറഞ്ഞതല്ലേ, വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ, ദേശീയ തലത്തിൽ ഇത്തരത്തിൽ വർഗീയ കക്ഷികളെ മാറ്റി നിർത്തുവാൻ കോൺഗ്രസുമായി സഹകരിക്കുകയല്ലാതെ CPM പോലുള്ള കക്ഷികൾക്ക് യാതൊരു സാധ്യതയും ഇല്ല. കോൺഗ്രസുമായി സഹകരിച്ചു പോകണമെന്ന് ഇന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞതല്ലേ? അദ്ദേഹത്തിന് അതേ അഭിപ്രായമല്ലായിരുന്നോ? അവിടെ എങ്ങനെയാണ് CPMൻ്റെ കേരള നേതൃത്വവും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടും ഉൾപ്പെടുന്ന പക്ഷം അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്, അദ്ദേഹത്തിൻ്റെ വാദഗതികളെ അടിച്ചമർത്തിയത്? അതിന് അവർ കൊടുക്കേണ്ടി വരുന്ന ശിക്ഷയാണിത്. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അവർ ഞങ്ങളുടെ മുന്നണിയിലുണ്ടോ? അവർ ഞങ്ങളുടെ സഖ്യകക്ഷിയാണോ? അവർ ഞങ്ങളുടെ UPAയിലുണ്ടോ? അവർ മറ്റേ ഗഡ്ബന്ധനകത്തുണ്ടോ? ഇല്ല. അവർ നിലാവത്തഴിച്ചുവിട്ട കോഴിയപ്പ് കണക്ക് അല്ലെങ്കിൽ ചരട് പൊട്ടിയ പട്ടം കണക്ക് അവരെ തോൽപ്പിക്കുവാനാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുവാനും അവരെ തുറന്നു പറയുവാനും അവരൊന്നും ഞങ്ങളുടെ മുമ്പിൽ പ്രശ്നമേ അല്ല. കേരളത്തിലതെ അല്ല, ഞാൻ പറഞ്ഞതല്ല. വടകരയെ സംബന്ധിച്ച് വയനാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളുണ്ട്. ആ സ്ഥാനാർത്ഥിയുടെ സ്ഥാനത്തേക്ക് പുതുതായി ശ്രീ രാഹുൽ ഗാന്ധി വരുന്നു. അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് സുരക്ഷിതമായ സീറ്റെന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും ഞങ്ങളുടെ ഉറച്ച സീറ്റാണ്. ഇനി ആ ഉറച്ച സീറ്റിനെ കുറിച്ചൊക്കെ അവർ പലതും പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ. ഇനി അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തെ നേരിടുവാനാണ് രാഹുൽ ഗാന്ധി വരുന്നത്, അതാണോ ഇല്ലയോ എന്നുള്ള കാര്യം അല്ലല്ല. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞെന്താണ്? മതനിരപേക്ഷ നിരക്ക് ശക്തി പകരുന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നതെങ്കിൽ കോൺഗ്രസ് ഇവിടെ വന്ന് മത്സരിക്കാൻ പാടില്ല എന്നാണ്. നിങ്ങൾക്ക് മതനിരപേക്ഷതയുമായി എന്തെങ്കിലും പുലബന്ധം പോലും ഇപ്പോൾ ഉണ്ടോ? ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ ഏത് മുന്നണിയിലാണ് ഉള്ളത്? നിങ്ങൾക്ക് എന്ത് നയമാണുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ? ദേശീയ രാഷ്ട്രീയത്തിൽ LDFനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJP NDA മുന്നണിക്കും യാതൊരു പ്രസക്തിയുമില്ല. കേരളത്തെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മഞ്ജുഷേ, കേരളത്തെ സംബന്ധിച്ച് NDA മുന്നണിക്ക് യാതൊരു പ്രസക്തിയുമില്ല. ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് LDF മുന്നണിക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഇത് രണ്ടും കൂട്ടിമുട്ടുമ്പോഴാണ് അവർക്ക് തമ്മിൽ തർക്കമുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് എന്നിട്ട് തുറന്നു പറയുവാൻ കഴിയുന്നില്ല. കേരളത്തിൽ വരുന്നത് ഇടതുപക്ഷത്തെ നേരിടാൻ തന്നെയാണ്. അങ്ങനെ തുറന്നു പറഞ്ഞാൽ എന്താണ് പ്രശ്നമുള്ളത്? BJPയെ നേരിടാനാണ് വരുന്നത് എന്ന് പറയുമ്പോൾ കിട്ടാവുന്ന ആ വോട്ടുകളുണ്ടല്ലോ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ജയിക്കാനാണ്. ഞങ്ങൾ കേരളമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷത്തെ നേരിടാനാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. കേരളത്തിൽ 20 സീറ്റിലും ഞങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. അവിടെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷമാണ് ഇവിടെ സംസ്ഥാനത്ത് ഞങ്ങളുടെ മുഖ്യ ശത്രു എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ലെന്നേ. അപ്പോൾ ഇടതുപക്ഷം പരാജയപ്പെടുന്നു. മോദിയുടെ വർഗീയ ധ്രുവീകരണത്തെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് CPM എന്ത് റോള്?
അല്ല മോദിയുടെ പിന്നെ വർഗീയ രാഷ്ട്രീയത്തെ തകർക്കാൻ അവർ പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് 1-2 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ സഹായിക്കാവുന്നതാണ്. ഞങ്ങൾ തന്നെ അങ്ങ് ജയിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് LDF-ന് സഹായം? ഞങ്ങൾ നേരിട്ട് ജയിച്ച് UPA മുന്നണിയിലല്ലോ. അല്ലല്ല, നിങ്ങൾ പറയുന്നതും അവർ പറയുന്നതും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ LDF-ഉം BJP വിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDF-ഉം അങ്ങനെ തന്നെയാണ് BJP വിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കി മതേതര ജനാധിപത്യ സർക്കാർ ഉണ്ടാക്കുക എന്നതാണല്ലോ ലക്ഷ്യം. ഇതിപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ മുഖ്യശത്രുവായി മത്സരിക്കുമ്പോൾ നിങ്ങൾ തമ്മിലാണ് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. അപ്പോൾ രാഹുൽ വരുന്നത് അതിനുവേണ്ടിയാണ് എന്ന് പറയുവാൻ മടിയാണല്ലോ. മഞ്ജുഷേ, SUCI എന്തിനാണ് മത്സരിക്കുന്നത്? BJP വിരുദ്ധ ശക്തിയാണല്ലോ SUCI. അവർ മത്സരിക്കുന്നുണ്ട്. അവർ മത്സരിക്കുന്ന പോലെ കണക്കാക്കിയാൽ മതി ഇവിടെ കേരളത്തിൽ LDF മത്സരിക്കുന്നത്. കാരണം ഇവരെങ്ങുമില്ലെന്നേ, ഒരു ചേരിയിലും ചേർന്നിട്ടില്ല. ഇവരിപ്പോൾ ഒരു പ്രാദേശികമായി ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. അവർക്ക് പശ്ചിമ ബംഗാളിൽ റോളില്ല, അവർക്ക് ത്രിപുരയിൽ റോളില്ല, അവർ കേരളത്തിൽ മാത്രമാണുള്ളത്. അത് നശിക്കാൻ പോകുന്നു. അത് നശിക്കാൻ പോകുന്നതിന് ഞങ്ങൾ നിമിത്തമാകുന്നൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അവിടെ നിങ്ങൾക്ക് ഉള്ള മറ്റൊരു ലക്ഷ്യം കൂടിയാണ് ഈ ദേശീയ പാർട്ടി എന്ന ലേബൽ അവരിൽ നിന്നും മാറ്റിയെടുക്കുക. അതും കൂടി നിങ്ങളുടെ ലക്ഷ്യമായി വരികയാണ്. രാഹുൽ ഗാന്ധി വരുമ്പോൾ പൂർത്തിയാക്കട്ടെ. ഞങ്ങളുടെ ലക്ഷ്യം സൗത്ത് ഇന്ത്യയിൽ നിന്ന് പരമാവധി സീറ്റ് ഉപയോഗിക്കുക തന്നെയാണ് അദ്ദേഹം ഇവിടെ വരുന്നതിന്റെ ലക്ഷ്യം. അതിനകത്ത് വേറെ തർക്കമില്ല, അതിനകത്ത് ഒന്നും ഒളിച്ചു നോക്കാനല്ലോ. ശരി, അതായത് BJPക്കെതിരെ മത്സരിച്ച് കിട്ടുന്ന സീറ്റുകൾ മാത്രം പോരല്ലോ ലോക്സഭയിലേക്ക് പോകുവാനെന്നല്ലോ. ലോക്സഭയിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുമ്പിൽ ഞങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ലിസ്റ്റ് ആയിരിക്കണം മുന്തിയ ലിസ്റ്റ്. ഞങ്ങളുടെ ലിസ്റ്റ് ആയിരിക്കണം പരമാവധി MP-മാർ ഉണ്ടാകേണ്ടത്. UPA ഭാഗത്തായിരിക്കണം പരമാവധി MP-മാർ ഉണ്ടാകേണ്ടത്. അതിന് ഞങ്ങൾ മത്സരിക്കുന്നു. അതിന് ഞങ്ങൾ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എടുക്കുമ്പോൾ അത് കേരളമാകാം, കർണാടകയാകാം, തമിഴ്നാടാകാം, എവിടെയുമാകാം. അവിടെ ഞങ്ങളുടെ എതിരാളികൾ ആരെന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമേ അല്ല.